നമസ്തേ, ഹാപ്പി നാഷണൽ റീഡിംഗ് ഡേ. നമ്മൾ പലപ്പോഴും റീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ റീഡിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും ആൾക്കാർക്ക് ഡൗട്ട്ഫുൾ ആണ്. നമ്മൾക്കപ്പോൾ ഇന്ന് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള, റീഡിംഗ് ഒരു ഹാബിറ്റ് ആക്കാനുള്ള ക്വിക്ക് ടിപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. റീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. അതായത് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും, നല്ലൊരു സ്ട്രെസ് ബഫറാണ്, മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, നമുക്ക് നല്ല ഇമാജിനേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ റീഡിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള റീഡിംഗ് ലൈഫിന്റെ ഡെയിലി പാർട്ട് ആക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട ടോപ്പിക് ചൂസ് ചെയ്യാൻ നോക്കണം. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ആ ടോപ്പിക് വായിക്കൂ, ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് നല്ലതാണ് എന്ന് പല സജഷൻസും നമുക്ക് പലയിടത്തുനിന്നും വരാറുണ്ട് അല്ലേ. പക്ഷെ അതിനേക്കാളും നമ്മൾക്ക് ഇഷ്ടമുള്ള, ഇൻട്രസ്റ്റ് ഉള്ള ആ ടോപ്പിക് ഏതാണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഇനി ട്രാവലിംഗ് ആണോ, സിനിമയാണോ, സ്പോർട്സ് ആണോ, കുക്കിംഗ് ആണോ, എന്താണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്നുള്ളത് ചിന്തിക്കുക, അതിനെപ്പറ്റി ആലോചിക്കുക. റീഡിംഗ് ആ ഒരു പെർട്ടിക്കുലർ മേഖലകളിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. സെക്കൻഡ്ലി, സ്മോൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസിന്നോ മാഗസീൻ പേജസിന്നോ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ബുക്കിലോട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ കുക്കിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ട്രാവലിങ്ങിനെ പറ്റി ഒരു ചെറിയൊരു പാരഗ്രാഫ് കാണുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്സിന്നോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിന്നോ ഒക്കെ നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. അതിന്ന് ഒരു മാഗസീനിലോട്ട് പോവുക, 1 or 2 pages ഉള്ള മാഗസീനിലോട്ട് പോവുക, പിന്നെ അതൊരു ബുക്കിലേക്ക് പോവുക, അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക. അതുപോലെ നമ്മളിപ്പോ സ്റ്റോറി ബുക്സ് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഏതാണെന്ന് നോക്കുക. മിസ്റ്ററി ആണോ, അഡ്വെഞ്ചർ ആണോ, കോമിക് ആണോ, ഫിലോസഫിക്കൽ ആണോ, മോട്ടിവേഷണൽ ആണോ, അപ്പൊ ഇത് ഏത് കാറ്റഗറിയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള കാറ്റഗറി എന്ന് ചെക്ക് ചെയ്യുക. നാലാമതായിട്ട്, റീഡിംഗ് ഹാബിറ്റ്സ് ഉള്ള കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റും കാണും അല്ലേ. പാരന്റ്സ് കാണും, ടീച്ചേഴ്സ് കാണും, ഫ്രണ്ട്സ് കാണും, അങ്ങനെ ഒരുപാട് പേര്. അപ്പൊ ആ ഗുഡ് റീഡിംഗ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്താണ് താങ്കൾക്ക് ഇഷ്ടമുള്ള റീഡിംഗ് ടോപ്പിക്, എന്താണ്, എന്തുകൊണ്ടാണ് അത് വളരെ ഇഷ്ടം, അവരോട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറയാം. അങ്ങനെ പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതിൽ നിന്ന് നമ്മുടെ ഇഷ്ടം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറി എടുത്ത് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഈസിയാണ്. ഇനി ഒരു പേജ്, പലരും പേജ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് പേജ് എടുത്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് എങ്ങനെ റീഡ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ബാക്കി കുറെ വേർഡ്സ് ഇങ്ങനെ കിടക്കുകയാണ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുമാണ്, കാറ്റഗറിയാണ്, പക്ഷെ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. അപ്പൊ അതിനെന്ത് ചെയ്യുന്നത് നോക്കാം. ഒരു ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ബുക്കില് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ എ ബ്യൂട്ടിഫുൾ വില്ലേജ് എന്നാണെങ്കിൽ അതിന് ഫസ്റ്റ് വേർഡ് മുതൽ ലാസ്റ്റ് വേർഡ് വരെയാണല്ലോ ഫസ്റ്റ് ലൈൻ ഇരിക്കുന്നത്, നമ്മൾ യൂഷ്വലി വായിക്കുന്നത്. അതിനെ തിരിച്ചു വായിക്കാനായിട്ട് നോക്കുക. അപ്പൊ എങ്ങനെ വരും ഇത്? വില്ലേജ് ബ്യൂട്ടിഫുൾ, ഇൻ ടൈം, അപ്പോൺ വൺസ്. അപ്പൊ ഇതൊരു ബ്രെയിൻ ആക്ടിവേഷൻ മെത്തേഡാണ്. ആദ്യം നമ്മൾ നോർമൽ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചൊന്ന് ഈ മറിച്ച് ചൊല്ലുക എന്നൊക്കെ പറയുന്ന പോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വായിക്കാൻ നോക്കണം. അതൊരു ഫണ്ടാണ്. അപ്പൊ ബ്രെയിൻ ആക്ടിവേറ്റഡ് ആവും. ഇങ്ങനെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവേഷൻ കിട്ടും. അതൊരു ഫസ്റ്റ് മെത്തേഡാണ്. സെക്കൻഡ്ലി, നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു വേർഡ് അതിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കുക. അപ്പൊ സി എന്ന് പറയുന്ന ആൽഫബറ്റ് ഫസ്റ്റ് പാരഗ്രാഫിൽ എത്രയുണ്ട്, 1 2 3 4 5 6 ഇങ്ങനെ നോക്കിയിട്ട് എത്രയുണ്ടെന്ന് അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡ് വിത്ത്, ഫോർ, ഡിസൈഡ് ഇങ്ങനെയുള്ള വാക്കുകൾ ആ പാരഗ്രാഫിൽ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഐസ് ഇങ്ങനെ ആ ലൈൻസിൽ കൂടെ റീഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ റീഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ആക്ടിവേറ്റ് ആവുകയാണ്, റെഡി ആവുകയാണ് നമ്മുടെ മൈൻഡ് റീഡിങ്ങിന് വേണ്ടി. അപ്പൊ എഗെയിൻ നമ്മൾ ആ ഒരു പാരഗ്രാഫിലോട്ട് എഗെയിൻ നമ്മൾ പോയി തുടങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ലൈൻസിലൂടെ പോയി തുടങ്ങുമ്പോൾ നമുക്ക് ഫെമിലിയാരിറ്റി കിട്ടും. ഏതെങ്കിലും ലിവിങ് ക്യാരക്ടർ ആ പാരഗ്രാഫിലുണ്ടോ എന്ന് നോക്കുക. അതായത് ഏതെങ്കിലും ഒരു ഹ്യൂമന്റെ നെയിം അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ നെയിം, അങ്ങനെ നമുക്കൊരു പ്ലേ പോലെ ചെയ്തു നോക്കാം. ഒരു പാരഗ്രാഫിൽ എത്ര ഹ്യൂമൻ നെയിംസ് ഉണ്ട് അല്ലെങ്കിൽ ആനിമൽ നെയിംസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വീണ്ടും റീഡ് ചെയ്ത് നോക്കുക. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ അഗെയിൻ നമുക്കൊരു ഫെമിലാരിറ്റി ആണ് കിട്ടുന്നത് ദ ഹോൾ പാരഗ്രാഫിൽ, ഹോൾ ലൈൻസിൽ. അപ്പോൾ അതിനെ നമ്മൾ കൗണ്ട് ചെയ്ത് വെക്കുക. അഗെയിൻ ഗോ ബാക്ക് ടു ദ പാരഗ്രാഫ്. ആ പാരഗ്രാഫിന്റെ തുടക്കത്തിലെ ലൈൻ മുതൽ ഒന്നും കൂടെ പോയി വായിച്ചു തുടങ്ങുക. അപ്പൊ വീണ്ടും നമുക്ക് ഫെമിലാരിറ്റി കിട്ടും. അങ്ങനെ ബ്രെയിൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ
വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വേർഡ് ആ പാരഗ്രാഫിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ന്യൂ വേർഡ്, നമ്മൾക്ക് അത്രയും അക്വൈൻറ്റൻസ് ഇല്ലാത്ത, പരിചയമില്ലാത്ത ഒരു ന്യൂ വേർഡ് ഉണ്ടോ എന്ന് ആ പാരഗ്രാഫിൽ എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ന്യൂ വേർഡ്സ് അല്ലെങ്കിൽ എത്ര ഡിഫിക്കൽട്ട് വേർഡ്സ് നമുക്ക് ആ പാരഗ്രാഫിലുണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ എഗെയിൻ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വീണ്ടും ആ ലൈൻസിൽ കൂടെ എല്ലാം ഗോ ത്രൂ ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് ഫെമിലാരിറ്റി കിട്ടുന്നു, എഗെയിൻ മൈൻഡ് ആക്ടിവേറ്റഡ് ആവുന്നു. അപ്പൊ ഇതൊക്കെയാണ് വളരെ സിമ്പിൾ ട്രിക്സ്, ഒരു ഫൺ അല്ലെങ്കിൽ സിലി ട്രിക്സ് എന്ന് പറയാം, റീഡിങ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, റീഡ് for building a constructive self and be friends with the words to build a better person. നമ്മൾ റീഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു സെൽഫിനെ നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ, അതുപോലെ ഒരു നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വാക്കുകളെ കൂട്ടുപിടിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യല്ലേ? സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഇന്ന് തന്നെ റീഡിംഗ് തുടങ്ങുകയല്ലേ? സോ അഗൈൻ വെരി ഹാപ്പി നാഷണൽ റീഡിംഗ് ഡേ ടു ഓൾ ഓഫ് യു. താങ്ക് യു.